ഇത് എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അവിടെ എവിടെയും ബ്ലോക്ക് വന്നാ ഞാൻ പെട്ടു. അപ്പോൾ ഞങ്ങൾ വണ്ടി സ്വാപ്പ് ചെയ്യാൻ പോകാം. ഗുഡ് ഈവനിങ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. തുടക്കം തന്നെ വശപ്പശ കാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു നൈറ്റ് റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം റൂമിലിരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോഴേ ഒന്ന് റൈഡ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതും നൈറ്റ് റൈഡ് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഒന്നാമത് സൺലൈറ്റ് ഇല്ല, അപ്പോൾ അതിൻ്റേതായ ഒരു സുഖം, അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു 1-2 ഫ്രണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഹൊസൂർ സൈഡിലോട്ടാണ്, കൃഷ്ണഗിരി ആ ഒരു ഭാഗത്തോട്ട്. പോയി നോക്കാം. നമ്മൾ ഇതിനു മുമ്പും ഇതേപോലെ ഒരു നൈറ്റ് റൈഡ് പോയിട്ടുണ്ടായിരുന്നു, ഈ വണ്ടി എടുത്ത ആ ഒരു സമയത്ത്. ഇന്ന് സൺഡേ ഈവനിങ് ആണ്. അപ്പം ബാംഗ്ലൂർ സിറ്റി മൊത്തം ഓണായിരിക്കും. അല്ലെങ്കിലും സിറ്റി മൊത്തം 24 hour ഓണാണ്. പക്ഷെ ഇന്ന് വീക്കെൻഡും കൂടെ ഒക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഓണായിരിക്കും. നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം, ടാങ്ക് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് പോവാം. പവർ XP 95,000. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വളരെ ശോകമാണ്. നമുക്ക് ഈ തിരക്ക് പിടിച്ച സ്ഥലം ഒന്ന് മാറിയിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് ഫോഗ് ലാമ്പ് ഇട്ടിട്ട് പോവാം. മറ്റേത് ആളുകളുടെ കണ്ണിലോട്ടടിക്കും. വേണമെങ്കിൽ യെല്ലോ ഇട്ടാൽ കേട്ടോ, യെല്ലോ ഇട്ടിട്ട് പോവാം. അത് ഫോക്കസ് ചെയ്യുന്ന താഴോട്ടാണ്, അതുകൊണ്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതേതാ ജംഗ്ഷൻ എന്നറിയോ? ഇതാണ് നമ്മളെ സെൻറ്റ് ജോൺസ് സിഗ്നൽ, മടിവാള, മാരുതി നഗറൊക്കെ ഉള്ള ആ ഒരു സിഗ്നലാണിത്.
ബ്ലോക്ക്, ഒടുക്കത്തെ ബ്ലോക്ക്. ഓ, നെഹ്റിയിലൊക്കെ തിരക്ക് നോക്കി. നമുക്ക് ഫ്ലൈ ഓവർ എടുത്തിട്ട് പോകാം കേട്ടോ, അപ്പോൾ പെട്ടെന്ന് അവിടെ എത്തും. ഗ്ലൗ വീഴായിരിക്കും അല്ലേ? എന്തായാലും ഇവിടെ നിർത്തണം, അവന്മാർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇവിടെ നിർത്താം. പോസ്റ്റാണല്ലോ, അരമണിക്കൂറോളമായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അവന്മാർ നല്ല രീതിയിൽ പോസ്റ്റാക്കി. ഞാൻ വിളിച്ചിരുന്നു, വരുന്നുണ്ടെന്നാണ് പറയുന്നത്. വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ഓ, വന്നല്ലോ വനമാല. പോവാം പോവല്ലേ? റൈസ് ഒരാൾ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താണ് ഭായ്, നാളെ പോകണ്ടോ? നാളെ കൊണ്ടു കൊടുക്കണ്ടോ? അവൻ ഫോൺ എടുക്കുന്നില്ല. വ്ളോഗ് എടുക്കാനല്ലേ? ഈ വെയിറ്റ് എനിക്ക് താങ്ങൂലേ, അതാ പ്രശ്നം. ആ, അപ്പോൾ ഞങ്ങൾ വണ്ടി സ്വാപ്പ് ചെയ്യാൻ പോവാം കേട്ടോ. എന്നാ ഓടിക്കാം. അതെങ്ങനെ എന്ത്? ആ, കീ ആണല്ലേ? അതിന് പിന്നെ അതിന് ഓൾറെഡി കീ ഉണ്ട് എൻ്റെ പോക്കറ്റിലിട്ടത്. ഇതിലിട്ടോ.
ആ ആ അതിന് ചെറുതായിട്ട് അതിനുണ്ട്. ഇത് എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അവിടെ എവിടെയും ബ്ലോക്ക് വന്നാ ഞാൻ പെട്ടു. ആ ഇത് നല്ല ഹൈറ്റാട്ടോ. താഴെ വീഴായിരുന്നാ മതിയായിരുന്നു. ഞങ്ങള് വണ്ടി ഇത് എൻഡ്യൂറോ ആണ് മൾട്ടി, അത് 950 ആണ്. വണ്ടി അങ്ങോട്ട് കൊണ്ട് സ്വാപ്പ് ചെയ്ത്. അപ്പോൾ ഇത് ഭയങ്കര വെയിറ്റ് ആട്ടോ. പക്ഷെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ, വണ്ടി അങ്ങ് മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഈ ട്രാഫിക് വരുമ്പം നിർത്തുന്നിടത്താണ് പ്രശ്നം. ഇത് ഭയങ്കര വെയിറ്റാണ്, എന്നെ കൊണ്ട് താങ്ങുന്നില്ല. നേരത്തെ അവിടെ നിന്ന് കണ്ടില്ല, ഉന്തി എടുത്തിട്ട് വണ്ടി പൊന്തുന്നുണ്ടായിരുന്നില്ല. തോന്നുന്നുണ്ട് ഇതിൻ്റെ ഗിയറും സംഭവങ്ങളൊക്കെ കുറച്ചുകൂടെ സ്മൂത്താന്ന് തോന്നുന്നുണ്ട് കേട്ടോ, എൻ്റെ അപേക്ഷിച്ച്. ഞാനിത് ആദ്യമായിട്ട് ഓടിക്കുന്നതുകൊണ്ടാണോ അറിയില്ല. ഇതിൻ്റെ ഈ മീറ്റർ കൺസോളൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. എൻ്റേത് വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് കാണാനൊരു സുഖമല്ല. സീറ്റും അത്യാവശ്യം കുഷനുള്ളതുകൊണ്ട് നല്ല സുഖമുണ്ട്. രണ്ട് വണ്ടിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പോരായ്മ എനിക്ക് തോന്നിയത്, അതിൻ്റെ സീറ്റ് ഓൾറെഡി ലോവേഡായിട്ടാണ്. ആ സീറ്റാണ് അതിനുള്ളത്. അതുകൊണ്ട് ഭയങ്കര വേദനയാണ് ചന്തിക്കൊക്കെ. ലോങ് റൈഡ് പോകുമ്പോൾ ഒരു സുഖം ഫീൽ ചെയ്യാറില്ല. ഇതങ്ങനെയല്ല, ഇത് നല്ല സുഖമുണ്ട്, അത്യാവശ്യം നല്ല കുഷനുള്ളതുകൊണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ കാലെത്തത്തില്ല. അതിന് നമുക്ക് കൂളായിട്ട് കാലെത്തും. ഇത് കുറച്ചുകൂടി കൂളാട്ടോ വണ്ടി. വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നേ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് സീറ്റും നല്ല കുഷനുള്ളതുകൊണ്ട് നല്ല സുഖമുണ്ട് വണ്ടിയിൽ ഇരിക്കാനായിട്ട്. അടിപൊളി. വണ്ടി ഇതൊരു രക്ഷയില്ല കേട്ടോ. ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. അത് ആ വണ്ടി എടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. വണ്ടി അടിപൊളി.
വെടി പോകാൻ പോകുന്നുണ്ടോ? സോ ഞാൻ ഈ വണ്ടിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അയ്യോ, ഇതാണ് ഈ വണ്ടിയിലുള്ളൊരു സീന്. വെയിറ്റ് താങ്ങേണ്ട അവസ്ഥ വന്നാൽ ബാലൻസ് ചെയ്യാനുള്ളൊരു കഴിവില്ലെങ്കിൽ വണ്ടി നമ്മളെല്ലാം കൂടെ താഴെ പോകും. എൻ്റെ മൾട്ടിയുടെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ അത് ഇതേപോലെ ട്രാഫിക്കിൽ ഓടിക്കാൻ കുറച്ചുകൂടെ നിമ്പിളാണ്, കാരണം വെയിറ്റ് കുറവായതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഹൈവേയിൽ അടിപൊളിയാണ്. ഹൈവേയിൽ ഒരു രക്ഷയില്ല കേട്ടോ അത്. എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നേ? നേരെ അവൻ്റെ പിന്നാലെ അങ്ങ് പോവാം. മാക്ഡിയിലോട്ടാണോ? ഓക്കെ. എന്നാ വാവ്, നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് മാറ്റണം. ഹെഡ്ലൈറ്റ് LED ആക്കണം. അതിൻ്റെ ഹെഡ്ലൈറ്റ് വളരെ ഷോക്കാണ്, ഒരു വകയ്ക്കും പറ്റത്തില്ല. അതിൻ്റെ ആ ഫോഗ് ലാമ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നൈറ്റ് റൈഡ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. എത്ര അതിൻ്റെ പ്രൈസ് എന്നുള്ള അറിയില്ല. എനിക്ക് തോന്നുന്നത് ഒരു 10-20,000 രൂപ ആവും തോന്നുന്നുണ്ട്. കാരണം മാറുമ്പോൾ അതിൻ്റെ ഡിമ്മ് വേറെയാണ്, ബ്രൈറ്റ് വേറെയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലുണ്ട്, അപ്പോൾ ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. അപ്പോൾ 4 ബൾബ് വേണ്ടി വരും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ വീസ്ട്രോമിന് ഇതേപോലെ ഞാനൊരു ഓസ്രമിൻ്റെ ഒരു ഒസ്രമല്ല X7 എന്നും പറഞ്ഞിട്ട് ഒരു LED ലൈറ്റ് ബൾബ് വാങ്ങിച്ച് വീസ്ട്രോമിന് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് വീസ്ട്രോമിൻ്റെ അറിയാലോ, പഴയ വീസ്ട്രോമിൻ്റെ നടുവിൽ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, അതായത് ഒറ്റ പേരാണ്. അതായത് ഡിമ്മിന് വേറെ ബ്രൈറ്റിന് വേറെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ വലുതൊരു പാക്ക് വാങ്ങിച്ചപ്പോൾ അതിൽ 4 ലൈറ്റ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ഒരെണ്ണം,
അതായത് ലെഫ്റ്റിൽ ഡിമ്മ് ബ്രൈറ്റ്, റൈറ്റിൽ ഡിമ്മ് ബ്രൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 10,000 അങ്ങനെ എന്തോ കറക്റ്റ് പ്രൈസ് ഓർമ്മയില്ല. ഓരോന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എടുക്കുകയായിരുന്നു അത്. പക്ഷെ ഇതിനത് പറ്റത്തില്ല. ഇതിന് ലെഫ്റ്റും റൈറ്റും ഡിമ്മും ബ്രൈറ്റും വേറെ വേറെ തന്നെ ഉണ്ട്. അപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് ആ ഒരു ബോക്സ് മൊത്തത്തിൽ വാങ്ങിക്കേണ്ടി വരും. നോക്കാം, അത് അർജൻറ്റുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ കാണുമ്പോൾ ഒരു ലുക്കുണ്ട്, അത്രയേ ഉള്ളൂ. സോ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ആ വണ്ടിയിലാണെന്നുള്ള ഓർമ്മ കാലെത്തിയില്ല. എൻ്റെ പൊന്നോ, ഇവിടെ വെച്ചോ? ആ, ഇവിടെ വെച്ചാലും മതി. ഒരു മിനിറ്റ്. യെസ്, ഇതിൻ്റെ സുന എങ്ങനെയാ നീ? അല്ലല്ലേ? ഓ അതാണോ? വണ്ടി രക്ഷയില്ലേട്ടാ. ആ, എനിക്ക് കൂടാ. ഇതിൻ്റെ സീറ്റ് സോഫ്റ്റ് ആണോ? എൻ്റെ ഇരുന്നിട്ട് ഭയങ്കര ഇതില്ലേ? എനിക്കതെന്നാ മാറ്റണം. ഒരു രക്ഷയില്ല. ഞാനിത് അണ്ടർ ഇല്ലല്ല. പക്ഷെ എനിക്ക് ആ ഇത് കിട്ടുന്നില്ല. അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടാണോ എന്തോ അറിയില്ല. ആണോ? എനിക്ക് കാലെത്താത്തോണ്ടുള്ളൊരു ഇതാണ്. സോ ഗൈസ്, അപ്പം അത്രയൊക്കെ നമ്മളെ ഇന്നത്തെ നൈറ്റ് റൈഡ് വീഡിയോ. എല്ലാവരും എത്തിയിട്ടുണ്ട്. സോ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.